ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുക, അതും അടിപൊളി ടേസ്റ്റിൽ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ. ഇത് ആർക്ക് വേണേൽ റെഡിയാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ. അതും വളരെ സിമ്പിളായിട്ടും അതും നല്ല ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്ന് റെസിപ്പി നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കണേ. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ 1/2 ലിറ്റർ പാലാട്ടോ ഞാൻ എടുത്തിരിക്കണേ. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാല്, അത് നല്ല കൊഴുപ്പുള്ള പാല് തന്നെയായിട്ട് എടുത്തിരിക്കണേ. അത് നമ്മളൊരു പാനിൽ ഒഴിച്ച് അത് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ പാൽ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണേ. പാൽ ഇതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കണേ. ഞാനത് വാനിലയുടെ കസ്റ്റേർഡ് പൗഡർ ആട്ടോ ഞാൻ യൂസ് ചെയ്യണേ. എനിക്ക് യൂസ് ചെയ്തതിൽ നല്ലത് എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കണേ. അപ്പോൾ നമ്മൾ അതിലൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ആട്ടോ നമ്മൾ യൂസ് ചെയ്യണേ. നമ്മൾ 1/2 ലിറ്റർ പാലിന് നമ്മൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ആട്ടോ നമ്മൾ യൂസ് ചെയ്യണേ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാൽ ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണേ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ പാലിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തന്നെ എപ്പോഴും ഒന്ന് കുറുക്കിയെടുക്കണേ. നമ്മൾ അധികം കുറുക്കിയെടുക്കണില്ല, അത് ഈ ഒരു പരുവത്തിൽ തന്നെ കുറുക്കിയെടുക്കാനാണ് നോക്കണേ. പെട്ടെന്ന് കുറുകി പോവും, അപ്പം നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പം നല്ലതേ ഈ ഒരു പരുവത്തിലായിട്ട് നമ്മൾ കുറുക്കിയെടുക്കണേ. ഇനി അതിലേക്ക് ഷുഗറിനായിട്ട് നമ്മൾ അമൂലിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാട്ടോ യൂസ് ചെയ്യണേ. അപ്പം ഇങ്ങനെ ഒരു ചെറിയൊരു ബോട്ടിൽ മൊത്തമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വാനില എസൻസും കൂടി ചേർക്കാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ കുറച്ച് ടേസ്റ്റ് വരും. കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മൾ സാബുദാന ചേർക്കുന്നുണ്ട്. അപ്പം നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കതൊരു 10-15 മിനിറ്റ് എങ്കിലും ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് ഒക്കെ വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറും. വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കത് പാലിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് പാല് നമുക്കൊന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഇതേ ഇപ്പോൾ കസ്റ്റർഡ് നല്ലപോലെ നമുക്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലപോലെ തണുത്തിട്ട് തന്നെ കഴിക്കണേ, അപ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ അതേ അതിലേക്ക് ഇനി നമുക്ക് ഫ്രൂട്ട്സുകളെല്ലാം കട്ട് ചെയ്ത് ചേർക്കാം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പോഴാട്ടോ നമ്മൾ എപ്പോഴും എല്ലാം ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യണേ. അപ്പോഴാട്ടോ ടേസ്റ്റ് വരണേ. അപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് ഓൾറെഡി നമ്മൾ ഫ്രിഡ്ജിലൊന്ന് കീപ്പ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പം ദേ നമ്മൾ ഒരു കപ്പ് നമ്മൾ മാംഗോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ബൗളിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ചേർക്കുമ്പോൾ നല്ല മധുരമുള്ളത് തന്നെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കസ്റ്റേർഡിന് നല്ല ടേസ്റ്റ് വരും. അപ്പം നമുക്കത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ നമ്മളെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോഴാട്ടോ ആ ഒരു ടേസ്റ്റ് വരാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് ഞാലിപ്പൂവൻ പഴം ഒരു 3 ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേന്ത്രപ്പഴമാണെങ്കിൽ നമ്മൾ 1 ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് മുന്തിരി ചേർക്കുന്നുണ്ട്. മുന്തിരി ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലപോലെ കഴുകിയെടുക്കണം. അപ്പോൾ 1 കപ്പ് മുന്തിരിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊടുക്കുന്നുണ്ട് 1 കപ്പ് നമ്മൾ തണ്ണിമത്തൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ നല്ല മധുരമുള്ള തണ്ണിമത്തനായിരുന്നു കേട്ടോ. അപ്പം അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളർഫുൾ ആയിട്ട് നമ്മുടെ കസ്റ്റേർഡ് ഇപ്പം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മാതള നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രസമാട്ടോ, അപ്പോൾ കാണാൻ തന്നെ നല്ല ലുക്കായിട്ടില്ലേ നമ്മുടെ കസ്റ്റേർഡ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സുകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതൊക്കെ നട്ട്സുകളുണ്ടോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് നട്ട്സുകളെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സുകളൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ നല്ലതാട്ടോ, കുറച്ചും കൂടി നമുക്കൊരു റിച്ച് ലുക്ക് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ സൺഫ്ലവർ സീഡ്, ഇപ്പോൾ ചിയ സീഡ്, അതുപോലെ പംകിൻ സീഡ്, പിന്നെ കുറച്ച് ഡേറ്റ്സും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കാഷ്യൂ നട്ട്സും ബദാമും പിന്നെ കുറച്ച് വാൾനട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. ഭയങ്കര റിച്ച് ഒരു ഫ്രൂട്ട് കസ്റ്റേർഡ് തന്നെയായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കണേ. അതിനുശേഷം നമുക്ക് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. എല്ലായിടത്തും ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. എല്ലാവിടെയും ഇതുപോലെ എല്ലാം നല്ല തണുപ്പായതുകൊണ്ട് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. ഇപ്പം നമ്മുടെ അടിപൊളി നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഇപ്പം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്.
അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണേക്കാളൊക്കെ ഒരുപാട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ കമൻസിൽ അറിയിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇപ്പോൾ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം എല്ലാവർക്കും. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസ് നമുക്ക് കാണാനാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് നിങ്ങൾ സബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.